എല്ലാവർക്കും നമ്മുടെ ഇറാൻ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു വിസ്മയത്തെ കണ്ടു. സൈറസ് വാളുകൊണ്ടല്ല, മനുഷ്യത്വം കൊണ്ട് ലോകം കീഴടക്കിയ ചക്രവർത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ രാജ്യത്ത് അസ്വസ്ഥതകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. സൈറസിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനും തുടർന്ന് പലരും ഭരണത്തിലേറിയെങ്കിലും ആർക്കും സൈറസിനെ പോലെ ആ സാമ്രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. സൈറസ് കണ്ട സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകാൻ അവർ പരാജയപ്പെട്ടു. ഈ സാമ്രാജ്യത്തിനപ്പോൾ ആവശ്യമായിരുന്നത് ഒരു ഭരണാധികാരിയുടെ തലച്ചോറുള്ള, കൃത്യമായ കണക്ക് കൂട്ടലുകൾ അറിയാവുന്ന, ഭരണമികവിൻ്റെ ഒരു ശില്പിയെയായിരുന്നു. അങ്ങനെയാണ് ഒരാൾ കടന്നു വരുന്നത്, ദാരിയൂഷ്. ലോകം മഹാനായ ദാരിയസ് എന്ന് അദ്ദേഹത്തെ വിളിച്ചു. BC 522 ദാരിയൂഷ് സിംഹാസനത്തിലേറുന്ന സമയം ഏതൊരു സിനിമയെയും കഥയെയും വെല്ലുന്ന ഒരു ത്രില്ലറാണ്. അന്ന് സാമ്രാജ്യത്തിൽ അധികാരത്തിനായി ആഭ്യന്തര കലാപങ്ങൾ ആളിപ്പടരുകയായിരുന്നു. കുലീന കുടുംബാംഗമായ ദാരിയൂഷ് മറ്റ് 6 പേരുമായി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി വഞ്ചകനായ രാജാവിനെ വധിച്ചു. തുടർന്ന് ബാക്കിയുള്ളവരോട് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ തന്നെ വേണം രാജാവാകാൻ. പക്ഷേ അതെങ്ങനെ സാധ്യമാകും? ഒരു ചൂതാട്ടത്തിലൂടെയോ അതോ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെയോ ആയിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഒരു പുലർച്ചെ എല്ലാവരും തങ്ങളുടെ കുതിരകളുമായി ഒത്തുകൂടി. ആരുടെ കുതിരയാണോ ആദ്യം ചിനയ്ക്കുന്നത് അയാൾ രാജാവാകും എന്നതായിരുന്നു വ്യവസ്ഥ. അവിടെ ദാരിയൂഷിന്റെ കുതിരക്കാരൻ ഒരു സൂത്രം പ്രയോഗിച്ചു. തലേ ദിവസം രാത്രി തന്നെ അദ്ദേഹം കുതിരയെ ആ സ്ഥലത്തെത്തിച്ച് ചില കാര്യങ്ങൾ പരിശീലിപ്പിച്ചു. പിറ്റേന്ന് സൂര്യോദയത്തിൽ ദാരിയൂഷിന്റെ കുതിര ഉച്ചത്തിൽ ചിനച്ചു. അങ്ങനെ ദാരിയൂഷ് രാജാവാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ദാരിയൂഷിന്റെ ജീവിതം മുഴുവൻ ഇത്തരത്തിലുള്ള ബുദ്ധിപരമായ തീരുമാനങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇനിയൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യം. ഇന്നത്തെ ഈജിപ്ത് മുതൽ ഇന്ത്യയിലെ സിന്ധു നദീതീരം വരെ, ഗ്രീസിൻ്റെ അതിർത്തികൾ മുതൽ മധ്യേഷ്യയിലെ കത്തുന്ന മണൽക്കാടുകൾ വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാരാജ്യം. ഇതൊക്കെയും ഒരാളുടെ കൈക്കുള്ളിലാണ്. പക്ഷേ ഇത്രയും വിശാലമായൊരു ഭൂപ്രദേശം എങ്ങനെ ഭരിക്കും? ഇന്നത്തെ പോലെ ഫോണില്ല, ഇൻ്റർനെറ്റില്ല, വേഗതയേറിയ വാഹനങ്ങളോ ഇന്ധനമോ ഇല്ല. ഇവിടെയാണ് ദാരിയൂഷ് ഒരു മാന്ത്രികനെ പോലെ പ്രവർത്തിച്ചത്. അദ്ദേഹം നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ അതിശയകരമായിരുന്നു. അദ്ദേഹം തൻ്റെ വിശാലമായ സാമ്രാജ്യത്തെ 20 പ്രവിശ്യകളായി വിഭജിച്ചു. ഓരോന്നിനെയും സാട്രാബി എന്ന് വിളിച്ചു. ഇന്നത്തെ സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിന് സമാനമായിരുന്നു ഇത്. ഓരോ സാട്രാബിയിലും ഒരു ഗവർണർ, ഒരു ട്രഷറർ, ഒരു സൈനിക മേധാവി എന്നിവരെ നിയമിച്ചു. ഇവർ പരസ്പരം നിരീക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരാൾക്കും തോന്നുംപടി ഭരിക്കാൻ കഴിയുന്നത്. പിന്നീടുള്ളത് വഴികളാണ്. രാജകീയ പാത എന്നറിയപ്പെടുന്ന ഒരു സൂപ്പർ ഹൈവേ അദ്ദേഹം നിർമ്മിച്ചു. ഏതാണ്ട് 2700 കിലോമീറ്റർ നീളമുള്ള ഈ പാത സൂസയിൽ നിന്ന് ഏഷ്യ മൈനറിലെ സാർദിസ് വരെ നീണ്ടുകിടന്നു. അക്കാലത്തെ കണക്കനുസരിച്ച് ഒരു സാധാരണ യാത്രക്കാരന് 90 ദിവസം വേണ്ടിവരുന്ന ദൂരമാണ്. പക്ഷേ ദാരിയൂഷിന്റെ തപാൽക്കാർക്ക് ഈ ദൂരം പിന്നിടാൻ വെറും 7 ദിവസം മതിയായിരുന്നു. അതെങ്ങനെ സാധ്യമായി? ഓരോ 25 കിലോമീറ്ററിലും പുതിയ കുതിരകളുമായി സ്റ്റേഷനുകൾ സജ്ജമാക്കിയിരുന്നു. ഒരു സന്ദേശവാഹകൻ എത്തുമ്പോൾ അടുത്തയാൾ കുതിരയുമായി തയ്യാറായി നിൽക്കും. ഒരുതരം റീലേ ഓട്ടം പോലെയായിരുന്നു. ഇടിമിന്നലിനെ വെല്ലുന്ന വേഗം എന്നാണ് ഗ്രീക്കുകാർ ഈ സംവിധാനത്തെ വിശേഷിപ്പിച്ചത്. ഇന്നത്തെ അമേരിക്കൻ പോസ്റ്റൽ സർവീസിന്റെ പ്രശസ്തമായ മുദ്രാവാക്യം പോലും ഈ പേർഷ്യൻ തപാൽക്കാരെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം നടപ്പിലാക്കിയത് ഒരു ഏകീകൃത നാണയ വ്യവസ്ഥയായിരുന്നു. ദാരിക് എന്നറിയപ്പെട്ടിരുന്ന സ്വർണ്ണ നാണയം അദ്ദേഹം പ്രചാരത്തിൽ വരുത്തി. സാമ്രാജ്യത്തിൻ്റെ ഏതു മൂലയിലും ഈ നാണയത്തിന് ഒരേ മൂല്യമായിരുന്നു. ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്തരമൊരു സാമ്പത്തിക ഏകീകരണം ഉണ്ടായിട്ടില്ല. ഇതോടെ ഒരു വ്യാപാരിക്ക് ഈജിപ്തിൽ നിന്ന് യാതൊരു തടസ്സവുമില്ലാതെ ഇന്ത്യൻ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ വന്നു. രാജ്യാന്തര വ്യാപാരം സുഗമമായതോടെ സാമ്രാജ്യത്തിലേക്ക് സമ്പത്തുക്കളും രത്നങ്ങളും ഒഴുകാൻ തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം ദാരിയൂഷ് ചെയ്തത് ജനങ്ങളോടുള്ള താത്പര്യം കൊണ്ടായിരുന്നു. താൻ ഭരിക്കുന്ന സാമ്രാജ്യം നിലനിൽക്കണമെങ്കിൽ
അതിൻ്റെ ജനതയ്ക്ക് സുരക്ഷിതത്വവും ഐശ്വര്യവും അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആ ജനക്ഷേമമാണ് യഥാർത്ഥ ശക്തിയെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. രാജാവായ ദാരിയൂഷിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു പെർസപ്പോളിസ്. ഇത് വെറുമൊരു കൊട്ടാരമായിരുന്നില്ല, മറിച്ച് ലോകത്തോടുള്ള അവിടുത്തെ ജനതയോടുള്ള ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. നോക്കൂ, നമ്മൾ ഒരൊറ്റ കുടുംബമാണ് എന്നതായിരുന്നു ആ സന്ദേശം. ഒരു മലഞ്ചെരുവ് തട്ടുകളായി തിരിച്ച് മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്വർഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, ഈ പടികളിൽ കൊത്തിവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ചരിത്രത്തിലെ അപൂർവമായ കാഴ്ചകളാണ്. 23 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തങ്ങളുടെ നാട്ടിലെ വിശിഷ്ടമായ കാഴ്ചവസ്തുക്കളുമായി അവിടേക്ക് വരികയാണ്. ഒരു മേദിയക്കാരൻ കുതിരയെ നയിച്ചു കൊണ്ടുവരുന്നു. പട്ടുവസ്ത്രങ്ങളും കാളയുമായി ബാബിലോണിയക്കാരൻ, കഴുതപ്പുറത്ത് സ്വർണവുമായി ഇന്ത്യക്കാരൻ, വീഞ്ഞുമായി ഗ്രീക്കുകാർ, ആനക്കൊമ്പുമായി എത്യോപ്യക്കാർ, ആടുകളുമായി സിറിയക്കാർ. ഇവരെ ആരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് കെട്ടിയിഴച്ചു കൊണ്ടുവന്നതല്ല. പകരം അവരെല്ലാം സോമനസാലെ സന്തോഷത്തോടെ പരസ്പരം കൈപിടിച്ചാണ് ആ പടികൾ കയറുന്നത്. ഒരു യുദ്ധക്കളത്തിൻ്റെ ഭീതിയല്ല, മറിച്ച് ഒരു മഹാവിരുന്നിൻ്റെ ആഘോഷമാണ് ഇവിടെ തെളിയുന്നത്. ഈ കൊത്തുപണികളിൽ ഒരിടത്തുപോലും പരാജിതൻ്റെ ദുഃഖമോ അടിമത്തത്തിൻ്റെ നിഴലോ കാണാനാവില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഇത് സമാനതകളില്ലാത്ത ഒരു കാഴ്ചയാണ്. ഈ കൊട്ടാര സമുച്ചയത്തിൻ്റെ ഹൃദയമായിരുന്നു അപ്പാദാനം. 100 സ്തംഭങ്ങൾ താങ്ങി നിർത്തുന്ന ഒരു മഹാസൗധം, 20 മീറ്ററോളം ഉയരമുള്ള ഓരോ തൂണുകളും, ദേവദാരു തടികൊണ്ട് നിർമ്മിച്ച മനോഹരമായ മേൽക്കൂരി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇവിടെ സ്വർണവും നീലയും ചുവപ്പും ചായങ്ങൾ ചാലിച്ച സിംഹാസനത്തിലിരുന്നു പേർഷ്യൻ പുതുവർഷമായ നൗറൂസ് ദിനത്തിൽ ദാരിയൂഷ് ലോകത്തെ മുഴുവൻ സ്വീകരിച്ചു. ഓരോ രാജ്യത്തെ പ്രതിനിധികൾ മുന്നിലെത്തുമ്പോഴും അവരോട് അവരുടെ സ്വന്തം ഭാഷയിൽ സംവദിക്കാൻ അവിടെ ദ്വിഭാഷികൾ സജ്ജരായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു അന്താരാഷ്ട്ര സമ്മേളനം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകത്തിലെ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭ എന്ന ആശയത്തിൻ്റെ വേരുകൾ ഇവിടെയാണ്. രാജാവായ തൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും അതിൻ്റേതായ ഒരു വിലയുണ്ട്. തൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ മഹാസാമ്രാജ്യത്തിൻ്റെ അടിത്തറയിൽ സ്വന്തം ചരിത്രം കല്ലിൽ കൊത്തിവെക്കാൻ ദാരിയൂഷ് തീരുമാനിച്ചു. ബിസുദുൻ കുന്നുകളിലെ ചെങ്കുത്തായ പാറയിൽ ഏകദേശം 100 മീറ്റർ ഉയരത്തിൽ 3 ഭാഷകളിലായി അദ്ദേഹം തൻ്റെ കഥ രേഖപ്പെടുത്തി. എങ്ങനെയാണ് താൻ സിംഹാസനത്തിലേറിയതെന്നും തനിക്കെതിരെയുള്ള ദ്രോഹങ്ങളെയും കലാപങ്ങളെയും എങ്ങനെയാണ് തകർത്തതെന്നും അവിടെ എഴുതപ്പെട്ടു. ഞാൻ ദാരിയൂഷ്, മഹാരാജാവ്, രാജാക്കന്മാരുടെ രാജാവ്. ആ ഗാംഭീര്യമുള്ള വരികൾ ഇന്നും അവിടെ കാണാം. എങ്കിലും അദ്ദേഹം ഒരിക്കലും തൻ്റെ പൂർവികനായ കുറുഷിൻ്റെ പാത മറന്നില്ല. വിജയിക്കുക എന്നാൽ ശത്രുവിനെ തകർക്കുക എന്നല്ല, മറിച്ച് അവരെ കൂടെ നിർത്തുക എന്നതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. രാജാവായ തൻ്റെ വിജയഗാഥയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. പടിഞ്ഞാറൻ അതിർത്തിയിലെ ഗ്രീസ്, അവിടെ ഉണ്ടായിരുന്ന ചെറിയ നഗരരാഷ്ട്രങ്ങൾ പേർഷ്യൻ ആധിപത്യത്തിന് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. BC 490 ചരിത്രപ്രസിദ്ധമായ മാരത്തണ്ണിൽ വെച്ച് ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി. അതൊരു വലിയ വിജയമൊന്നുമായിരുന്നില്ലെങ്കിലും സാങ്കേതികമായി ഗ്രീക്കുകാർ വിജയിച്ചു. ദാരിയൂഷിന് ഗ്രീസിനെ കീഴടക്കുന്നതിൽ പിന്നീട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനായ സെർക്സസ് പിന്നീട് അതൊരു വാശിയായി ഏറ്റെടുത്തു. എന്നിരുന്നാലും ദാരിയൂഷിൻ്റെ ഭരണകാലമത്രയും ഈ പേർഷ്യൻ സാമ്രാജ്യം തന്നെയായിരുന്നു ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും മഹത്തായ കേന്ദ്രം. BC 486 ദാരിയൂഷ് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം നക്ഷി രുസ്തമിൽ ഒരു കൂറ്റൻ പാറയിൽ കൊത്തിയെടുത്ത നിലയിലാണ് ഇന്നും നിലകൊള്ളുന്നത്. ആ ശവകുടീരത്തിന് മുകളിൽ ദേവനായ അഹുറ മസ്തയുടെ വിശാലമായ ചിറകിന് താഴെ ഒരു സ്തംഭത്തിന് മുന്നിൽ നിൽക്കുന്ന രാജാവിനെ നമുക്ക് കാണാം. അവിടെ ഇപ്രകാരം ഒരു ലിഖിതമുണ്ട്: അഹുറ മസ്തയുടെ കൃപയാൽ ഞാൻ എളിയവനിൽ നിന്ന് മഹാനായി. ഞാൻ ഭരിച്ചത് നീതിയാലാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. 2.5 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇത്രയും വിശാലമായ ഒരു ഭൂപ്രദേശത്ത് വൈവിധ്യമാർന്ന ഭാഷകളും വിശ്വാസങ്ങളുമുള്ള ജനതകളെ ഒന്നിപ്പിക്കുക എന്നത് എത്ര വലിയ ദൗത്യമായിരുന്നു. ഇന്ന് നമ്മൾ ആഗോളവൽക്കരണം എന്ന് വിളിക്കുന്ന
ആധുനിക സങ്കല്പത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ദാരിയൂഷ് അന്ന് തന്നെ എഴുതിക്കഴിഞ്ഞു. സുഗമമായ പാതകളിലൂടെയും കാര്യക്ഷമമായ തപാൽ സംവിധാനത്തിലൂടെയും ഏകീകൃത നാണയങ്ങളിലൂടെയും അദ്ദേഹം അത് സാധ്യമാക്കി. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി തൻ്റെ ജനങ്ങളോട് കാണിച്ച ആദരവിലൂടെയാണ് അദ്ദേഹം ആ സാമ്രാജ്യത്തെ ചേർത്തു നിർത്തിയത്. ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന വിധി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആഡംബരത്തിൻ്റെ കൊടുമുടിയായ ഈ മഹാസൗധവും ഈ അതിവിശാലമായ സാമ്രാജ്യവും ഒരു നാൾ കത്തിയെരിയും. ഗ്രീസിൽ നിന്ന് വെറും 22 വയസ്സുള്ള ഒരു യുവാവ് ലോകം കീഴടക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അതെ, അലക്സാണ്ടർ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ കൊടുങ്കാറ്റിൻ്റെ കഥ കേൾക്കാം. പെർസപ്പോളിസിനെ വിഴുങ്ങിയ ആ അഗ്നിനാളങ്ങളെക്കുറിച്ചും ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പുതിയ ശക്തികളെക്കുറിച്ചും കാത്തിരിക്കുക. ഒട്ടും മിസ് ചെയ്യരുത്.